അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശവ്വാൽ 7-ാം ദിവസത്തെ മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ശവ്വാലിലെ 1-ാമത്തെ വ്യാഴാഴ്ച ദിവസമാണ്. 6 നോമ്പ് അവസാനിക്കുന്ന ദിവസമാണെന്ന് മാത്രമല്ല, വ്യാഴാഴ്ചയിൽ പ്രത്യേകമായി സുന്നത്ത് നോമ്പ് വേറെയുമുണ്ട്. ആഴ്ചയിൽ 2 ദിവസമാണ് ഒരു മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതിൽപ്പെട്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അല്ലാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ ഈ മജ്‌ലിസിൽ വെച്ച് ചൊല്ലിയതായ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമ്മിൽ നിന്നും അല്ലാഹു സ്വീകരിച്ച രൂപത്തിൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമാറാവട്ടെ. റബ്ബ് തആല നാം പൊരുത്തപ്പെട്ട ഡിയാറുകളിൽ നമ്മെ ഏവരെയും അല്ലാഹു ചേർത്ത് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നിന്റെ പൊരുത്തത്തിൽ നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് പടച്ചോനെ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഓരോരുത്തരെയും കമന്റുകൾ ഞാൻ വായിച്ചു. ഓരോ മെസ്സേജിലൂടെയായിട്ട് നേരിട്ട് കാണുമ്പോഴൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. റബ്ബേ, അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. മനസ്സിന് റാഹത്ത് കൊടുക്കണേ അല്ലാ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ദുആ കൊണ്ട് വസിയതെങ്കിൽ ആ കാര്യം റാഹത്താക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ ഈ മജ്‌ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്ക് ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചോനെ. ഒരു രംഗത്തും അവരാരിനി പരാജയപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ പടച്ചോനെ. റബ്ബേ, ഞങ്ങളുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായ സഹോദരങ്ങൾക്കൊക്കെ നീ സംരക്ഷണം നൽകണേ അല്ലാ. അവരെ നീ കാക്കണേ റബ്ബേ. എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും കാവൽ നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലുക. അറിയുന്നവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അവസാനം വരെ പങ്കെടുക്കുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ധാരാളം ആളുകളിലേക്ക് നമ്മുടെ മജ്‌ലിസ് എത്താൻ അത് കാരണമാണ്. അല്ലാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായി ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശവ്വാൽ 7-ാം ദിവസം മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതായ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ല് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശവ്വാൽ 7-ാം ദിവസം മരണപ്പെട്ടവരുമായ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും ശരി, എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലാക്കി തരണേ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി, ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ള് ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. സ്വീകരിക്കണേ അല്ലാ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഫിത്നകളെ തൊട്ടും എല്ലാ ശർറിനെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാക്കണേ അല്ലാ. ശൈത്താനിയായ എല്ലാ വസ്വാസിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈമാനിന്, ഞങ്ങളുടെ തഖ്വക്കൊക്കെ നീ സംരക്ഷണം നൽകണേ. ഞങ്ങളുടെ വീട്ടിൽ നീ സംരക്ഷണം നൽകണേ. ഞങ്ങളുടെ മക്കൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിന് നീ സംരക്ഷണം നൽകണേ അല്ലാ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് വിശുദ്ധമായ ഖുർആനിലെ അല്ലാഹുവിനെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ചൊല്ലിയാൽ ഖുർആൻ മുഴുവനും ഓതിയതിനോട് തുല്യമായ സൂറത്താണ്. അതുകൊണ്ട് 9 തവണ നമുക്ക് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതാം. അല്ലാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഈ ദിവസത്തില് 3 ഖത്മ് ഓതിയതിനോട് 3 ഖത്മ് ഓതിയതിന്റെ പ്രതിഫലം നേടിയ രൂപത്തിൽ അല്ലാഹു നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തട്ടെ. ഓതിക്കോളൂ. 9 തവണ നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. 9 തവണ ഞങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു. ഈ വ്യാഴാഴ്ചയുടെ മനോഹരമായ ഈ പകലിൽ അല്ലാഹുവേ 3 ഖത്മ് ഓതിയവർക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. നിന്നിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നീ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ളൊരവസ്ഥ ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ മാറ്റിത്തരണേ. ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി, ഇനി നമുക്ക് അഫ്ളലു ദിക്ർ 40 തവണ ചൊല്ലാം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. നമ്മുടെ ഈമാനിനെ ഒന്ന് നമുക്ക് പുതുക്കാം. നമ്മുടെ നാവിനെ നമുക്ക് അഫ്ളലു ദിക്ർ കൊണ്ടൊന്ന് ഭംഗിയാക്കാം. നമ്മുടെ ഹൃദയത്തെ ഒന്ന് പ്രകാശിപ്പിക്കാം. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അഫ്ളലു ദിക്റിന്റെ മേൽ ഞങ്ങളെ ജീവിപ്പിച്ച് മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ഈ ശ്രേഷ്ഠമായ അഫ്ളലു ദിക്റിന്റെ മേൽ തന്നെ ഞങ്ങളെ മൗത്താക്കണേ അല്ലാഹ്. അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ മനസ്സിന് ശാന്തത നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് റബ്ബിനോട് മാപ്പ് ചോദിക്കാം. അല്ലാഹു ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരട്ടെ. മുറാദുകൾ മനസ്സിൽ കരുതുക. പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരും. വലിയ ഫളില് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന പവർഫുള്ളായ ദിക്റാണ് ഇസ്തിഗ്ഫാർ. 40 തവണ ചൊല്ലാം. അല്ലാഹുവേ കബൂലാക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, മഹാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് നാദാ. ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് പെട്ടെന്ന് ഹാസിലാക്കി തരണേ. ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. മനസ്സ് സങ്കടത്തിലാണ്. അല്ലാ, അതിനൊക്കെ പരിഹാരം കാണിച്ചു തന്ന് മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അല്ലാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട അല്ലാഹുവിൻ്റെ 2 ഇസ്മുകളടങ്ങിയ ഹബീബായ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ ചൊല്ലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ദിക്ർ 40 തവണ ചൊല്ലാം. ചൊല്ലിക്കോളൂ. റബ്ബ് നമുക്ക് സ്വീകാര്യത നൽകട്ടെ. അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം
يا حي يا قيوم 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 സ്വീകരിക്കണേ അല്ലാഹ്. ശ്രേഷ്ഠമായ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, റസൂലുള്ള ഇഷ്ടപ്പെട്ട ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാര് ചൊല്ലിയ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണേ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. അവർക്ക് നീ ഉന്നത വിജയം എല്ലാ പരീക്ഷകളിലും നൽകണേ അല്ലാഹ്. ഉപകാരമുള്ള മക്കളാക്കണേ. ഞങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ. ഞങ്ങളുടെ കുടുംബത്തിന് റാഹത്തും സമാധാനവും നൽകണേ അല്ലാഹ്. എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തണേ റഹ്മാനേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതായ ശ്രേഷ്ഠമായ തസ്ബീഹ് ഉണ്ട്. മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്ന തസ്ബീഹ്, പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടപ്പെട്ട തസ്ബീഹ്. എന്നാൽ അത് നാവുകൊണ്ട് ഉച്ചരിക്കാൻ വളരെ എളുപ്പവുമാണ്. നമുക്ക് 33 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi 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 സുബ്ഹാനല്ലാഹിൽ അളീം.
റബ്ബേ, ഈ പരിശുദ്ധമായ ദിനത്തില് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തസ്ബീഹ് ഞങ്ങൾ ചൊല്ലി അല്ലാ സ്വീകരിക്കണേ. നിങ്ങളുടെ മീസാൻ എന്ന തുലാസിൽ നന്മയും തുന്മയും തൂക്കപ്പെടുന്ന ആ തുലാസിൽ നന്മയുടെ ഭാരം ഈ തസ്ബീഹ് കൊണ്ട് നീ ഭാരമാക്കി തരണേ അല്ലാ. ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരണേ. പടച്ചോനെ, പരാജിതരിൽ പെടുത്തല്ലേ. രോഗങ്ങളും വേദനകളൊക്കെ ശിഫയാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് 11 തവണ തവക്കുലിന്റെ മന്ത്രമായ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകുന്ന തവക്കുലിന്റെ മന്ത്രം, ബദറിന്റെ രണാങ്കണത്തിൽ അള്ളാന്റെ ഹബീബ് ചൊല്ലിയ മന്ത്രം 11 തവണ നമുക്ക് ചൊല്ലാം. ആ ശ്രേഷ്ഠമായ ദിക്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. 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 സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 3 തവണ സ്വലാത്ത് തിബ്ബ് ചൊല്ലാം. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. സ്വലാത്ത് തിബ്ബിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ അവയവങ്ങൾക്കൊക്കെ നല്ല ആഫിയത്തും കൂവത്തും നൽകട്ടെ. മരണം വരെ അതിന്റെ ഉപകാരവും ഉപയോഗം അള്ളാഹു നിലനിർത്തി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഒരു വട്ടം ചൊല്ലിയാർ 6 ലക്ഷം പ്രതിഫലം ലഭിക്കുന്ന ശ്രേഷ്ഠമായ സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്. ഖൈറിന്റെ വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടാൻ, തടസ്സങ്ങളൊക്കെ നീങ്ങാൻ, വിജയം ലഭിക്കാനൊക്കെ വളരെ ഫലപ്രദമായ സ്വലാത്താണ്. 3 വട്ടം നമുക്ക് ചൊല്ലാം. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق
والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് നാദാ ഞങ്ങൾക്ക് നീ ഖൈറിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണേ റബ്ബേ. ഞങ്ങൾക്ക് ഖൈറിലേക്ക് വരാൻ, ഞങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുന്നതിന് തടസ്സമാവുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നീ ഒഴിവാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ ഭർത്താവിൻ്റെ, ഞങ്ങളുടെ വീട്ടുകാരുടെ, കുടുംബത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ റാഹത്തിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 33 തവണ സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലാം. മഹദിയായ ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹയുടെ സ്വലാത്താണ്. വളരെ മഹത്വമുള്ള സ്വലാത്താണ്. 33 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി. 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 اللهم صل على النور واهله. 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 സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രേഷ്ഠമായ ആയത്ത്, ദിക്റുകൾ, സ്വലാത്ത്, സൂറത്ത് ഓതിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ശ്രേഷ്ഠമായ വ്യാഴാഴ്ച ദിവസം അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. റബ്ബ് നമ്മുടെ അമലുകളൊക്കെ പൊരുത്തപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, പടച്ചോനെ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളാണ്. ശ്രേഷ്ഠമായ ഒരു ദിവസത്തിലാണ്, നല്ല ദിക്റ്, നല്ല സമയമാണ്. നല്ല നാവിലൂടെ ഹൈറായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه سيدنا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമെല്ലാം സ്വീകരിക്കണേ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗളയിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. എല്ലാ അംബിയാ മുർസലീങ്ങളുടെ അർവാഹിലേക്ക് എത്തിക്കണേ. ബദരീങ്ങളുടെ അർവാഹിലേക്ക് എത്തിക്കണേ. എല്ലാ സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെ അർവാഹിലേക്ക് എത്തിക്കണേ. ഞങ്ങളുടെ ഗുരുവര്യന്മാരുടെ അർവാഹിലേക്ക് എത്തിക്കണേ. അവരുടെ ദറജ ഉയർത്തണേ അല്ലാ.
മഹാനായ ഖദർ നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തിക്കണേ. ഈ ശവ്വാലിൽ മരണപ്പെട്ടു പോയ വഫാത്തായ മഹത്തുക്കളുടെ അർവാഹിലേക്ക് എത്തിക്കണേ. അള്ളാഹുവേ, അവരുടെ ദറജ ഉയർത്തണേ. അവരുടെ മദതും നുസ്റത്തും ഫൈലും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ഞങ്ങൾ ചൊല്ലിയതായ അദ്കാറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വീകാര്യത നൽകണേ. ഞങ്ങളുടെ തേട്ടം നീ കബൂലാക്കണേ. അല്ലാ, ഞങ്ങൾക്കെല്ലാം പുറത്തു തരണേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കൊക്കെ പുറത്തു കൊടുക്കണേ. അല്ലാ, പടച്ചോനെ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ. അല്ലാ, ഞങ്ങളുടെ കുടുംബത്തെ നീ നന്നാക്കണേ. അല്ലാ, പടച്ചോനെ, ഞങ്ങൾക്ക് നീ ഹൈറ് നൽകണേ. അല്ലാ, എല്ലാ ഷർറിനെ തൊട്ടും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ. അല്ലാ, അപകടങ്ങളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട്, ആഫത്തുകളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാ ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ. അല്ലാ, മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല. അല്ലാ, പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വല്ല മാരക രോഗത്തിന് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ അല്ലാ ഷാഫിയായ റബ്ബേ, നീ ശിഫാ നൽകണേ. അല്ലാ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. രോഗത്തിന്റെ വിഷയം പറഞ്ഞിട്ട്, വേദനയുടെ വിഷയം പറഞ്ഞിട്ട്, കടത്തിന്റെ വിഷയം, ഒരുപാട് വിഷയങ്ങൾ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ ആരൊക്കെ രോഗികളുണ്ടോ, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ, അവർക്കൊക്കെ നീ ശിഫാ നൽകണേ. അല്ലാ, കടങ്ങളെ കൊണ്ട് വരഞ്ഞവരുണ്ട് റബ്ബേ, അവരുടെ കടം വീട്ടാനുള്ള വഴികൾ പെട്ടെന്ന് തുറന്നു കൊടുക്കണേ. അല്ലാ, കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ സങ്കടപ്പെടുന്നവരുണ്ട് റബ്ബേ, അത് തിരിച്ചു കൊടുക്കാൻ വാങ്ങിയവർക്ക് നീ മനസ്സ് കൊടുക്കണേ. അല്ലാ, പടച്ചവനെ, ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ ഹൈറായ ജോലി നൽകണേ. അല്ലാ, പടച്ചോനെ, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഹൈർ നൽകണേ. അല്ലാ, അവിടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ. അല്ലാ, അവർക്ക് നീ സംരക്ഷണം നൽകണേ റബ്ബേ. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അവർ നീ കാക്കണേ. അല്ലാ, പടച്ചോനെ, അവർ നേരിടുന്ന നിയമ തടസ്സങ്ങൾ, ചിലർ ബുദ്ധിമുട്ടിലാണ്, നിയമ തടസ്സം കൊണ്ട് നീ കാമന്റെ വിഷയം മറ്റൊക്കെ പറഞ്ഞിട്ട് റബ്ബേ, അതെല്ലാം നീ റാഹത്താക്കി കൊടുക്കണേ. അല്ലാ, പടച്ചോനെ, കുട്ടികളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, റാഹത്ത് നൽകണേ. അവർക്ക് സുഖപ്രസവം നൽകണേ. അല്ലാ, ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. പടച്ചോനെ, കുട്ടികളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള ഒരു വൈകല്യങ്ങളില്ലാത്ത മക്കളെ നൽകണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ. ഞങ്ങളുടെ മക്കൾക്ക് നീ നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ. നിന്നെ മറക്കാത്ത രൂപത്തിലുള്ള ഐശ്വര്യം, സമ്പത്ത് ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ, ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. അല്ലാ, അകാരണമായി മനസ്സിൽ വരുന്ന ഭയത്തെ തൊട്ട് കാക്കണേ. അല്ലാ, പടച്ചോനെ, മടിയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. അല്ലാ, അശക്തതയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് തന്നതായ നിഅമത്തുകൾ ഞങ്ങളിൽ നിന്ന് ഓരിപ്പോവന്നെ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു റബ്ബേ. ഞങ്ങൾക്ക് നീ നിഅമത്ത് സ്ഥിരപ്പെടുത്തി തരണേ റബ്ബേ. ആഫിയത്തും ഹിദായത്തും ഞങ്ങൾക്ക് നീ സ്ഥിരപ്പെടുത്തി തരണേ റഹ്മാനെ. പടച്ചോനെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും നീ വഷളാക്കല്ല റബ്ബേ. ഞങ്ങൾക്കൊക്കെ നീ ഇസ്സത്ത് നൽകണേ. അല്ലാ, റാഹത്തുള്ള സക്കീനത്തുള്ള ജീവിതം നൽകണേ. അല്ലാ, ആഫിയത്തുള്ള നിന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ. അല്ലാ, പടച്ചവനെ, വിവാഹം ശരിയാവാത്ത ചെറുപ്പക്കാരികരുണ്ട് നാഥ, അവർക്കൊക്കെ പെട്ടെന്ന് യോജ്യമായൊരു ദാമ്പത്തിക ജീവിതം നൽകണേ. അല്ലാ, പടച്ചവനെ, ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഉയർച്ച ആഗ്രഹിക്കുന്നവരുണ്ട്, നീ നൽകണേ. അല്ലാ, ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ ബർക്കത്ത് നൽകണേ. അല്ലാ, ജോലിയില്ലാത്ത മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ ഹൈറായ ജോലി നൽകണേ. അല്ലാ, വീട്ടിൽ സമാധാനമില്ലാത്തവരുണ്ട്, ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട്, വീട്ടുകാരുടെ ദുസ്വഭാവം കൊണ്ട് പടച്ചോനെ, അവർക്കൊക്കെ നല്ല ഐക്യം നൽകണേ. അല്ലാ, പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ. അല്ലാ, ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവേ, ഹൈറായ ജീവിതം നൽകണേ. പ്രയാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണേ. അല്ലാ, മനസ്സിന് നല്ല റാഹത്ത് നൽകണേ. അല്ലാ, പടച്ചോനെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ ഹളറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ ഓതിയതിന്റെ സവാബിന്റെ മിസിലെത്തിക്കണേ. അവർക്കെല്ലാം പുറത്തു കൊടുക്കണേ. അല്ലാ, അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ. അല്ലാ, പടച്ചോനെ, ഞങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസമുണ്ട്, മരിക്കൽ ഹൈറാകുന്ന ദിവസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞ് നല്ല മനുഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് നല്ല ദിവസം
സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചോനെ, നീ പൊരുത്തപ്പെട്ട രൂപത്തിലല്ലാതെ ഞങ്ങൾ ആരുടെ റൂഹിനെ പിടിക്കല്ല അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഖാലിസായ തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ഈമാൻ സലാമത്താക്കണേ. പൈശാചികമായ എല്ലാ ഷിറിനെ തൊട്ടും കാവലി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഖൈറ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുണ്ട്, നിനക്ക് വ്യക്തമായി അറിയാം. പെട്ടെന്ന് ആസിലാക്കി തരണേ അല്ലാ. ഒരുപാട് സങ്കടമുള്ളവരുണ്ട്, കഠിനമായ വിഷം അനുഭവിക്കുന്നവരുണ്ട്, ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നല്ലോ, അവർക്കൊക്കെ റാഹത്ത് നൽകണേ അല്ലാ. ഖൈറായ റാഹത്തുള്ള വിജയികളുടെ ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. آمين. السلام عليكم ورحمة الله وبركاته.